ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം ബിസിനസ് മാത്തമാറ്റിക്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു പോർഷനാണ് സെറ്റ് തിയറി. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ബാക്കി വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കണ്ടിട്ട് ഇതും കൂടി കാണണം. ഓക്കെ, മെട്രിസസിൻ്റെ എല്ലാ വീഡിയോസും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെറ്റ്. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്. എന്താണ് സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്. എന്താണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്കാണെങ്കിൽ ഒരു ക്ലാസ്, നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ ലിസ്റ്റ് എടുക്കണമെന്ന് പറയുക. അല്ലെങ്കിൽ ക്ലാസ് വേണ്ട, സ്കൂളിൽ തന്നെ എടുക്കാം. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ സെറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? എല്ലാവരും ഓരോരോ കഴിവിൽ അവർ യുണീക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഒരു സെറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറയുക 1-നും 4-നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അത് ഏതൊക്കെയാണ്? 2, 3, 4 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. ഇനി സെറ്റ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മളുടെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞേക്കും. അതാണ്ടേ ക്യാപിറ്റൽ ലെറ്റർ കണ്ടോ, എ കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മളൊരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. മെമ്പേഴ്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് സെറ്റ്. എലമെൻറ്റ്സ് ഓഫ് സെറ്റ് അതായത് ഒരു സെറ്റിലെ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ്. എന്താണ് സെറ്റിലെ മെമ്പേഴ്സിനെ പറയുന്ന പേരാണ് എലമെൻറ്റ്സ് ഓഫ് ദി സെറ്റ്. അത് നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് കണ്ടോ, ഇതാണ് അതിന് എക്സാമ്പിൾ. ഒരു എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് അത് കണ്ടോ, അതിനെ നമ്മൾ എന്താണ് സ്മോൾ ലെറ്ററിലായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായേ എന്താണ് സെറ്റിൻ്റെ ഡെഫിനിഷനും പിന്നെ എലമെൻറ്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിളും നോക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അത് നമുക്കൊന്ന് നോക്കിയാലോ. ഏതൊക്കെ രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒന്നാമത്തെ ഫോമാണ് ടാബുലാർ ഫോം, അല്ലെങ്കിൽ ഇനി വേറൊരു പേര് പറയും റോസ്റ്റർ ഫോം. എന്താണ്? ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ടാബുലാർ ഫോം. ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എന്താണ് എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതുക. അതുകൊണ്ട് എല്ലാ എലമെൻറ്റ്സിനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോക്കാം. സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് നോക്കാം. ഇതാണ്ട് എക്സാമ്പിൾ ഉണ്ടോ ടാബുലാർ ഫോമിൻ്റെ? ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് എഴുതുന്നത്, ഇതുപോലൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാബുലാർ ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് നോക്കാം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ എഴുതും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ? സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വെയർ എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ ലെസ് ദാൻ 10. 10ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് സെറ്റ് എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. എക്സ് എലമെൻറ്റ് ഓഫ് എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷനെ പറയുന്നവരാണ് എൻ. വെയർ സീറോ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റായല്ലോ. അപ്പം ഇനി നമുക്ക് നോക്കാം. ഇതാണ് വേറൊരു എക്സാമ്പിൾ. 2 എക്സാമ്പിൾ കൊടുത്തേക്കോ, 2 രീതിയിലും. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഇനി നമ്മൾ 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചേക്കുക. ഏതാണ്? ഒന്നാമത്തെ ടാബുലാർ ഫോം. ടാബുലാർ ഫോം എന്താണ്? വെറുതെ അങ്ങ് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. 5 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എഴുതാമല്ലോ, 1, 2, 3, 4. ഇനി സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പെക്യുലാരിറ്റി മാത്രം എഴുതുക. എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഇങ്ങനെ നമുക്ക് എഴുതാം. ഈ എക്സ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വരയും കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ് ഇട്ട് കഴിഞ്ഞ് 2 കുത്തും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത ഒരു നോട്ട് നോക്കിക്കേ. ഇൻ എ സെറ്റ് എലമെൻറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ല.
എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ കണ്ടോ സ്കൂളെന്ന് എഴുതി, സ്കൂള്. ഇപ്പം നമ്മളൊരു സെറ്റ് എഴുതാൻ പറയുക, സെറ്റ് എഴുതുക, ഇതിനകത്ത് വേർഡ്സിൻ്റെ എല്ലാം കൂടി സെറ്റ് കളക്ഷൻ എഴുതാൻ പോവുകയാണ് നമ്മൾ. ഇപ്പം എസ് എഴുതി, സി എഴുതി, എച്ച് എഴുതി, ഓ കണ്ടോ 2 പ്രാവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ എഴുതാവൂ. കാരണം എന്താ, സെറ്റിലെ എലമെൻറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യരുതാത്തതുകൊണ്ട് നമ്മൾ എന്താണ്, ഒരു പ്രാവശ്യം മാത്രമേ അത് എഴുതത്തുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദർ ഈസ് നോ ഓർഡർ ഫോർ ദ എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിലെ എലമെൻറ്റ്സിന് എന്താണ്, ഓർഡർ ഇല്ല. കാരണം 1 2 എന്ന് പറഞ്ഞാലും സെറ്റ് 1 2 എന്ന് പറഞ്ഞാലും സെറ്റ് 2 1 എന്ന് പറഞ്ഞാലും ഈക്വലാണ്. അതിന് ഓർഡറിന് പ്രാധാന്യമില്ല. ഓക്കെ, 2 പോയിന്റ് പഠിച്ച എന്താണ്, ഒരിക്കലും ഒരു സെറ്റിലെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല. രണ്ടാമതായിട്ട് സെറ്റിലെ എലമെൻറ്റ്സിന് ഓർഡർ ഇല്ല. 1 2 എന്ന് പറഞ്ഞാലും 2 1 എന്ന് പറഞ്ഞാലും ഈക്വലാണ്, ഓർഡറിന് പ്രാധാന്യമില്ല. ഓക്കെ, ഈ 2 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഇനി ഓപ്പറേഷൻസ് ഓൺ സെറ്റൊക്കെ പഠിക്കാനുണ്ടല്ലോ, അപ്പോഴത്തേന് ഇതെല്ലാം ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ടൈപ്സ് ഓഫ് സെറ്റ്. ഇതൊരു പ്രാവശ്യം 15 മാർക്കിന് ചോദിച്ചിട്ടുള്ള എളുപ്പമാണ്, പഠിച്ചാൽ സുഖമായിട്ട് 15 മാർക്ക് കിട്ടാം. അതുകൊണ്ട് എല്ലാവരും പഠിച്ചോണം, എല്ലാവരും ഇത് പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നൾ സെറ്റ്. നൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്നുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ സെറ്റിൻ്റെ കാര്യം പറയുമ്പോഴും സെറ്റ് വെച്ച് കണ്ടെയ്ൻ നോ എലമെൻറ്റ്, ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൾ സെറ്റ്. അല്ലെങ്കിൽ വേറൊരു പേര് പറയും എംപ്റ്റി സെറ്റ്, ഒരു എലമെൻറ്റും ഇല്ല. ഓക്കെ, ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇതെന്ത് പറയുന്നത്, ഫൈ. ഇങ്ങനെ ഇതൊരു ഗ്രീക്ക് ലെറ്ററാണ്. ഇങ്ങനെയാണ് നമ്മൾ നൾ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നൾ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഗ്രീക്ക് ലെറ്റർ ഫൈ. ഓക്കെ, എലമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫൈ എന്നിടാം. ഇതാണ്ട് ഒരു എക്സാമ്പിൾ. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 4 and 5. 4ൻ്റെ 5ൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റിജർ. 4ൻ്റെ 5ൻ്റെ ഇടയ്ക്കൊരു ഇൻറ്റിജർ ഉണ്ടോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് കൊടുക്കും, ഫൈ എന്ന് കൊടുക്കും. ഓക്കെ, ഫൈ എന്ന് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അതാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണ് നൾ സെറ്റ്. ഇനി അടുത്ത രണ്ടാമത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിളാടാ. അപ്പോൾ സിംഗിളാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, ഒരു എലമെൻറ്റ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. അതാണ്ടേ ഒരു എക്സാമ്പിളാണ് സിംഗിൾട്ടൺ സെറ്റ് 1, സിംഗിൾട്ടൺ സെറ്റ് 0. കണ്ടോ, 0 എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റാണ്. ഇത് നൾ സെറ്റ് അല്ല. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നാ, പക്ഷേ ഇവിടെ 0 ഉണ്ട്. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇവിടെ 0 എന്ന് പറയുന്ന ഒരു എലമെൻ്റായിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാനില്ലെങ്കിലാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ നമുക്ക് എന്ത് പറയാം, സിംഗിൾട്ടൺ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ് 2, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 2 എണ്ണം കഴിഞ്ഞേ, എളുപ്പമാണേ, പഠിച്ചേ. അടുത്ത മൂന്നാമത്തത് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എണ്ണാൻ പറ്റണം. എണ്ണാൻ പറ്റുന്ന അത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ പറയും ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഇതാണ്ട് എക്സാമ്പിൾ ഉണ്ടോ, 1 2 3. ഇതാണ്ട് സെറ്റ് 1 2 3. ഇവിടെ 3 എലമെൻറ്റ്സ് ഫൈനൈറ്റ്, നമുക്ക് എണ്ണാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അങ്ങനത്തുള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, എണ്ണാൻ പറ്റാത്തതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതിനൊരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഉണ്ടോ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുമോ? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റാഷണൽ ഇറാഷണൽ എല്ലാം കൂടി ചേർന്നതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എണ്ണാൻ പറ്റുമോ, എണ്ണി തീർക്കാൻ പറ്റുമോ? അതുകൊണ്ട് വേറെ കുറേ എക്സാമ്പിളാണ് കണ്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 2 3 അങ്ങനെ പോവല്ലേ. അതെവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല. അങ്ങനത്തെ ഉള്ളതിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. പിന്നെ കണ്ടോ, നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന n വെച്ചിട്ടാണ് കേട്ടോ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് ഇൻറ്റിജേഴ്സ്. അതിനെ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ടൈപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സെറ്റുകൾ കാണും, പക്ഷേ രണ്ടിനും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ്സും കാണത്തില്ല. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മളെടുത്തു, 1 2 3. ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് എടുത്തു, 4 5.
ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ 2 പേർക്ക് ഏതെങ്കിലും എലമെൻറ്റ് കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തെ നോ കോമൺ എലമെൻറ്റ്സ് ഇല്ലാത്ത സെറ്റിനെ പറയുന്ന പേരാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. രണ്ടിനും പൊതുവായിട്ട് എലമെൻറ്റ്സ് ഇല്ല. ഓക്കെ, അങ്ങനത്തുള്ളതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇനി അടുത്ത 6ാമത്തെ നോക്കാം. 6ാമത്തെ എന്താണ്? ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനത്തുള്ളതാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെറ്റിന് ഓർഡറിന് പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ഇത് 2 ഈക്വൽ അല്ലേ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇങ്ങനത്തുള്ള സെറ്റിനെ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്സ്. എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയിട്ടുള്ളതിനെ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ടൈപ്പ് പഠിച്ചു. നൾ സെറ്റ്, എലമെൻറ്റ്സ് ഒന്നുമില്ല. സിംഗിൾട്ടൺ സെറ്റ്, ഒരു എലമെൻറ്റേ ഉള്ളൂ. ഫൈനൈറ്റ് സെറ്റ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇൻഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഡിസ്ജോയിൻറ്റ് സെറ്റ്, കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഈക്വൽ സെറ്റ്, എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആണ്. ഓക്കെ, അത്രയും സെറ്റായി. ഇനി അടുത്ത 7ാമത്തെ ടൈപ്പ് നോക്കിക്കേ. ഇക്വിവാലൻറ്റ് സെറ്റ്. ഇക്വിവാലൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവെന്നറിയാമോ? സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനെയാണ് ഇക്വിവാലൻ്റ് എന്ന് പറയുന്നത്. സെയിം എലമെൻറ്റ്സ് അല്ല, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. AFGH, ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്? 4. ഈ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 4. അപ്പോൾ ഈ എയും ബിയും എന്താണ്? ഇക്വിവാലൻറ്റ് സെറ്റ്സ് ആണ്. എന്താണ്? സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതിനാണ് ഇക്വിവാലൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. സെയിം എലമെൻറ്റ്സ് ഉള്ളതിനെയാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും മനസ്സിലായേ? എളുപ്പമാണ്. അടുത്തത് ഇനിയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വരുന്നത് സബ്സെറ്റ്. ഓക്കെ, ആദ്യമേ ഞാൻ ഇത് ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പിട്ട് ഞാൻ അല്ലാതെ പറയാം. എ സബ്സെറ്റ് ഓഫ് ബി, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിൽ കാണണം. എങ്ങനെ? എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. ഡോറ ബുജിയ, എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. എന്താ? എ ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഇഫ് എവരി എലമെൻറ്റ് ഇൻ ദ ഫോമർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റർ. എന്താണ്? ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും രണ്ടാമത്തെ ഉണ്ടെങ്കിൽ അത് ആദ്യത്തേത് രണ്ടാമത്തതിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ? എയിൽ 1 2 3 4 ഉണ്ട്. ബിയിലും എന്തുണ്ട്? എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇല്ലേ? എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലില്ലേ? അപ്പോൾ എന്ത് പറയാൻ പറ്റും? എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വേറൊരു സംഭവമാണ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാലും ഈസിയാണ്. ഇതൊരു പ്രോപ്പർ സബ്സെറ്റിന് എക്സാമ്പിളാണ്. പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടി വരും. എന്താണെന്നറിയാമോ? എ സബ്സെറ്റ് ഓഫ് ബിയും ആയിരിക്കണം, എ നോട്ട് ഈക്വൽ ടു ബിയും ആയിരിക്കണം. ഇങ്ങനത്തുള്ളതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. എന്തുവാ? എ ബിയുടെ സബ്സെറ്റും ആയിരിക്കണം, എ നോട്ട് ഈക്വൽ ടു ബിയും ആയിരിക്കണം. അങ്ങനത്തുള്ളതിനെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. അതാണ്ട് നമുക്കിത് നോക്കാം. എ സെറ്റ് ഈസ് സെഡ് ടു ബി പ്രോപ്പർ സബ്സെറ്റ് ഓഫ് അനദർ ഇഫ് ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റ് ഇൻ ദ ലാറ്റർ. രണ്ടാമത്തതിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എലമെൻറ്റും കൂടി കാണണം. ആദ്യത്തേൽ ഇല്ലാത്തതിൽ എക്സ്ട്രാ ഒരു എലമെൻറ്റും കൂടി കാണണം. അതായത് എയും ബിയും ഈക്വൽ ആവാൻ പാടില്ല. അങ്ങനത്തുള്ളതിനാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോട്ട് നോക്കാം. ഒരു സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒരു സെറ്റ് അതിന് എത്ര സബ്സെറ്റ് കാണുമെന്ന് വെച്ചാൽ എലമെൻറ്റ്സ്, ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2n സബ്സെറ്റ് കാണും. ഓക്കെ, അപ്പം നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് 1 2. ഇത് നമ്മുടെ ഒരു സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റ് നമ്മൾ എഴുതാൻ പോവാം. ഇതിന് എത്ര എലമെൻറ്റ്സ് ഉണ്ട്?
എൻ എത്രയാണ് ഇവിടെ? എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ്. അപ്പോൾ ഇതിന് എത്ര സബ്സെറ്റ് കാണും? 2n, അതായത് 2 4 സബ്സെറ്റ് കാണും. ഓക്കെ, സെറ്റാണ്, അത് മനസ്സിലായി. 4 സബ്സെറ്റ് ഇതിന് കാണുമെന്ന് നമുക്കറിയാം. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം ഇതിൻ്റെ സബ്സെറ്റ്. 4 സബ്സെറ്റ് വേണേ. ഓക്കെ, ഇനി ഉള്ള ഒരു കാര്യം നോക്കിക്കോണം. എല്ലാ സെറ്റിനും നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആയിരിക്കും. എല്ലാ സെറ്റിനും നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ സെറ്റും അതിന് തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പോൾ 2 സബ്സെറ്റ് കിട്ടിയേ, 5 കിട്ടി, സെറ്റ് 1 2 അത് തന്നെ. പിന്നെ ഏതൊക്കെയാ? സിംഗിൾട്ടൺ സെറ്റ് 1, പിന്നെ സിംഗിൾട്ടൺ സെറ്റ് 2. അപ്പോൾ കണ്ടോ, 1 2 3 4 എണ്ണം ആയില്ലയോ? 4 സബ്സെറ്റ് ആയില്ലയോ? മനസ്സിലായി എഴുതുന്നത്? എല്ലാ സെറ്റിനും നൾ സെറ്റ് അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, പിന്നെ ആ സെറ്റ് തന്നെ അതിനൊരു സബ്സെറ്റ് ആയിരിക്കും, പിന്നെ സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, 4 സബ്സെറ്റ് കിട്ടി. ഇനി നമുക്ക് 3 എലമെൻ്റ് ഉള്ള ഒരു എന്താണ് 3 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിൻ്റെ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3. ഇവിടെ n എത്രയാണ്? 3. അപ്പോൾ ഇതിന് എത്ര സബ്സെറ്റ് കാണും? 2n 2 8 സബ്സെറ്റ് കാണും. അപ്പം നമുക്ക് 8 സബ്സെറ്റ് ഇതിൻ്റെ എഴുതാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് എഴുതി തുടങ്ങാം. 1 2 3 ഇതിൻ്റെ സബ്സെറ്റ് എഴുതാൻ പോവുകയാണേ. ആദ്യം നമ്മൾ എഴുതാം 5, അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇനി ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇനി എല്ലാ സിംഗിൾട്ടൺ സെറ്റുകളും ഓരോ എലമെൻറ്റും സിംഗിൾട്ടൺ സെറ്റായിട്ട് എഴുതാം. 1 2 3. ഇനി ഏതൊക്കെ എഴുതാൻ പറ്റുമെന്ന് അറിയുമോ? 1 2 2 3 1 3. 8 എണ്ണം ആയോ നോക്കാം. 1 2 3 4 5 6 7 8 8 എണ്ണമായി. ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റുകൾ എഴുതുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് 2n എന്തുണ്ടായിരിക്കും? സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഇനി വേറൊരു പോയിൻറ്റും കൂടെ നോക്കിക്കേ. A സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ A ഈക്വൽ ടു ബി ആയിരിക്കും. തിരിച്ച് മറിച്ചും സബ്സെറ്റ് ആണെങ്കിൽ എന്തുമായിരിക്കും? A ഈക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ 10ാമത്തെ സെറ്റ്. ഓക്കെ, ഇനി 3 എണ്ണം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു. ഓക്കെ, 10ാമത്തെ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സെറ്റും ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ദാണ്ടെ A B C 3 സെറ്റുകളുണ്ട്. ഇതെല്ലാം ചേർന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ സെറ്റാണ്, എല്ലാ സബ്സെറ്റും കൺസിഡർ ചെയ്യുന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. വലിയൊരു സെറ്റ്, എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ സെറ്റ്, അത്രയേ ഉള്ളൂ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി പവർ സെറ്റ്. നമ്മൾ നേരത്തെ സബ്സെറ്റ് പഠിച്ചല്ലേ? സബ്സെറ്റ് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഈ സബ്സെറ്റുകളുടെ എല്ലാം കൂടി കളക്ഷനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. അതാണ്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ? ഉണ്ട്, XY എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതി. അതിൻ്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സബ്സെറ്റുകളുടെ എല്ലാം കൂടി കളക്ഷനെ ആയിരിക്കും നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, XYയുടെ സബ്സെറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. XY ഏതൊക്കെ വരും? 5 വരും, XY വരും, പിന്നെ X വരും, പിന്നെ ആര് വരും? Y വരും. ഇതെല്ലാം കൂടി ചേർത്ത ഒരു സെറ്റാണ് ആര്? നമ്മുടെ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സെറ്റുകളുടെ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലിമെൻറ്റ് സെറ്റ്. കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെടുക്കുന്ന ആ സെറ്റിൽ ഒരു സെറ്റിൽ ഇല്ലാത്ത എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും കളക്ഷനാണ്. അപ്പോൾ A കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്ത എല്ലാത്തിൻ്റെയും കളക്ഷൻ. അപ്പോൾ എന്താണ്? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും കൂടെ കളക്ഷനാണ് A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഓഫ് സെറ്റ്സ്. നമുക്കതൊന്നും കൂടി നോക്കാം. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സെറ്റ്സ്? നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻസും ഇല്ല,
ഇല്ല. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രമുള്ളത്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് ഉള്ളത്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് ഉള്ളത്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ഇല്ല. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ എലമെൻറ്റ്സ് ഉള്ളത്. ഇക്വിവാലൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. പിന്നെ അത് സബ്സെറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2n സബ്സെറ്റുകൾ കാണും. പിന്നെ യൂണിവേഴ്സൽ സെറ്റ്, പവർ സെറ്റ്, കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റിൽ ഇല്ലാത്ത എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സെറ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു. കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്. പിന്നെ മെമ്പേഴ്സ് ഓഫ് സെറ്റിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ 2 രീതിയിൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം, ടാബുലാർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. ഓക്കെ, ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ലിസ്റ്റ് ചെയ്യുന്നത്, എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രോപ്പർട്ടി എന്നിട്ട് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി ഓപ്പറേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓൾ ദ ബെസ്റ്റ്.